ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായിരിക്കും ഞങ്ങൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് ചോദിച്ചിട്ട് എല്ലാവരും പറഞ്ഞ ഫുഡാണ്. പക്ഷെ ഫുഡല്ല. പിന്നെ കുറച്ച് പേര് പറഞ്ഞ പെർഫ്യൂമും അല്ല. ഇതെനിക്കൊന്ന് എല്ലാവർക്കും വളരെ ഉപയോഗമുള്ള, വളരെ അഫോർഡബിൾ പക്ഷേ ഹൈ ക്വാളിറ്റിയിലുള്ള ഒരു പ്രൊഡക്റ്റാണ്. എന്തായാലും വ്ളോഗ് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞങ്ങളുടെ 2 വർഷത്തെ സ്വപ്നമാണ് ഈ വ്ളോഗിൽ കൂടെ സാക്ഷാത്കരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ആ പ്രൊഡക്റ്റ് ഞാൻ അൺവീൽ ചെയ്യാണ്. ഞാനും പ്രിൻസും ഇന്ന് തുടക്കം മുതൽ ഞാനും പ്രിൻസും ആയിരുന്നു. ആൻഡ് ഇന്ന് ലോഞ്ച് ചെയ്യുമ്പോൾ എന്ത് ഞാനും പ്രിൻസും. ഇത് കഴിഞ്ഞിട്ട് 4 മണിക്ക് വീണ്ടും പോയി വിൽക്കാനുള്ളതാ. കമ്മീഷൻ പണിയെടുത്താൽ കമ്മീഷൻ കിട്ടും. കമ്മീഷൻ വേണ്ട, ഫുഡ് മതി. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അങ്ങനെ കുറേ കാലത്തിന് ശേഷം, അല്ലെങ്കിൽ കുറേ വർഷങ്ങളുടെ സ്വപ്നങ്ങളും റിസർച്ചും ബുദ്ധിമുട്ടും ഹാർഡ്ഷിപ്സും തടസ്സങ്ങളും വിഷമങ്ങളും സ്ലീപ്ലെസ് നൈറ്റ്സും എല്ലാം കൂടെ കഴിഞ്ഞ് ഇന്ന് ഞാൻ ഞങ്ങളുടെ പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോവാണ്. സോ വളരെ ഡിഫറെൻറ്റ് രീതിയിലായിട്ട് ലോഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചു. നമ്മൾ സ്ട്രീറ്റിൽ തന്നെയാണ് ഈ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അവിടെ പോയിട്ട് പറയാം. കൺബിലീവ് നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇന്നിവിടെ ലൈക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ ഒരു ജേണിയില്ലേ, എത്ര കാലത്തിൻ്റെ ഒരു സ്വപ്നമെന്നറിയോ. ആൻഡ് അറ്റ് ലാസ്റ്റ് ഇറ്റ് കെയിം ട്രൂ. എന്തായാലും ആദ്യം എനിക്ക് സാധനങ്ങളൊക്കെ ലോഡ് ചെയ്യണം. എന്നിട്ട് സ്ട്രീറ്റിൽ ഒരു ലൊക്കേഷനുകൾ നോക്കി വെച്ചിട്ടുണ്ട്. അവിടെ വെച്ചായിരിക്കും ഞാൻ നിങ്ങളുടെ അടുത്തും പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കട്ടയ്ക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. പനയമ്പള്ളി നഗറിൽ IT നെറ്റിൻ്റെ സൈഡിലാണ്. എല്ലാവരും എന്നോട് പറഞ്ഞ 2 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഒന്നില്ലെങ്കിൽ ഞങ്ങളുടെ ഏതെങ്കിലും ഫുഡായിരിക്കും, അല്ലെങ്കിൽ സെക്കൻഡ്ലി പെർഫ്യൂം ആയിരിക്കും. ഇത് രണ്ടും അല്ല കേട്ടോ. ഞങ്ങൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് എല്ലാവർക്കും ഡെയിലി ഉപയോഗിക്കാൻ വേണ്ട ഒരു സാധനം. പക്ഷെ ബേസിക്കലി അതൊരു ലക്ഷറി പ്രൊഡക്റ്റ് ആണ്. പക്ഷെ അത് സാധാരണ രീതിയിലുള്ള ആൾക്കാർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ട് ഞാൻ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ആ പ്രോഡക്റ്റ് ഞാൻ അൺവീൽ ചെയ്യാണ്. ഞാനും പ്രിൻസും ഇന്ന് തുടക്കം മുതൽ ഞാനും പ്രിൻസും ആയിരുന്നു. ആൻഡ് ഇന്ന് ലോഞ്ച് ചെയ്യുമ്പോൾ എന്ത് ഞാനും പ്രിൻസും. സോ ഈ പ്രോഡക്റ്റ് ആരും ഗസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പോഴും ആൾക്കാർക്ക് മനസ്സിലായി കാണില്ലല്ലോ. കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ കാലം ആലോചിച്ചു എന്താണ് ചെയ്യേണ്ടത്, എന്താണ് അധികം പോവാത്തൊരു മേഖല, എസ്പെഷ്യലി ഇതുപോലത്തെ ചെറിയ സ്റ്റാർട്ടപ്സ്. അങ്ങനെ കിട്ടിയൊരു ഐഡിയ ആണ്. നമ്മുടെ യാത്രകളിൽ നിന്നും നമ്മുടെ കൺവീനിയൻസിൽ നിന്നും നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നും കിട്ടിയാണ് ഡിറ്റർജൻറ്റ് പോഡ്സ് ആണിത്. ഈ ഡിറ്റർജൻറ്റ് പോഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഒരു ഇവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലൊക്കെ ആദ്യമേ സോപ്പ് പൊടിയായിരുന്നു വാഷിംഗ് മെഷീനിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ലിക്വിഡ് സോപ്പിലേക്ക് പോയി, ലിക്വിഡ് ഡിറ്റർജൻറ്റ്. അത് കഴിഞ്ഞിട്ടുള്ള വെസ്റ്റേൺ രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ അറിയാം, ഇപ്പോൾ അവർ കൂടുതൽ ഷീറ്റ്സും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പോകുന്ന ലോണ്ട്രി പോഡ്സ് ആണ്. പക്ഷേ ഞാൻ ഇവിടുത്തെ ഇന്ത്യയിലെ ലോണ്ട്രി പോഡ്സ് നോക്കിയപ്പോൾ മെയിൻ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് either ക്വാളിറ്റി ഓഫ് ഇൻഗ്രീഡിയൻസ് വിൽ ബി ബാഡ്, അല്ലെങ്കിൽ നല്ല ബ്രാൻഡ്സ് ഒക്കെ ആണെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആണ്. സോ ഇത് രണ്ടിൻ്റെയും ഇടയിലായിരിക്കും നമ്മൾ വരുന്നത്. നമ്മൾ സോഴ്സ് ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് തന്നെ പേര് കണ്ട ഹാപ്പി പോഡ്സ്. ഇപ്പോൾ ട്രാവൽ വിത്ത് OHF ഉണ്ട്, ഒരു ഹാപ്പി സ്റ്റോർ ഉണ്ട്. ആൻഡ് ഫൈനലി എൻ്റെ ഡ്രീം പ്രോജക്റ്റായ ഹാപ്പി പോഡ്സ് ആണ് പേര്. സോ ഇതിൽ ആക്ച്വലി 2 ഫ്ലേവറാണ് വരുന്നത്. ഇതിൽ ഒന്ന് നമുക്ക് നോർത്ത് ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഫ്ലേവറാണ്. ദിസ് ഇസ് ആക്ച്വലി വളരെ ഒരു ഫ്രഷ് ഫ്രേഗ്രൻസ് ആണ് വരുന്നത്. സെക്കൻഡ് വരുന്നത് സക്കൂറ എന്ന് പറഞ്ഞൊരു ഫ്ലേവറാണ്. ഇത് കുറച്ചും കൂടെ ഫ്ലോറൽ ഫ്രേഗ്രൻസ് ആണ്. ഞാനും പ്രിൻസും ജെഫ്രിനും അങ്ങനെ ഫാമിലിയൊക്കെ ഏകദേശം ഒരു 2-2.5 വർഷം ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫാക്ടറി പോയി വിസിറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാ സർട്ടിഫിക്കേഷൻസും നോക്കിയിട്ടുണ്ട്. ആൻഡ് വി ആർ വെരി ഹാപ്പി വിത്ത് ദിസ് പ്രോഡക്റ്റ്. അതാണ് ഞങ്ങളിത് കൊണ്ടുവരാമെന്ന് വിചാരിച്ചത്. സോ ഇതിൻ്റെ ആക്ച്വലി ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ മെറ്റീരിയൽസ് സോഴ്സ് ചെയ്തിരിക്കുന്നത് ജർമ്മനി ആൻഡ് സ്വിറ്റ്സർലൻഡ്, അതുപോലെ തന്നെ ഡെൻമാർക്ക്, ഇവരുടെ അടുത്തു നിന്നാണ് ഇതിൻ്റെ ഫാക്ടറീസ് റോ മെറ്റീരിയൽ സോഴ്സ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഫൈനലി ഇത് ഡിസൈൻഡ് ഇസ് ഇൻ ഹോങ്കോങ് ആൻഡ് ഫൈനലി പാക്കേജ്ഡ് നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും എന്ന് തോന്നുന്നു. ആൻഡ് ഇതിൻ്റെ മെയിൻ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് സെയിലാണ് കേട്ടോ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ. ആൻഡ് മാം ആക്ച്വലി നമ്മുടെ ഫാമിലി ഫ്രണ്ടും കൂടെയാണ്. ആൻഡ് ഷീസ് എ സബ്സ്ക്രൈബർ ഓൾസോ. കോയിൻസിഡൻ്റലി വന്നാണ് മാമാണ് അങ്ങനെ ഫസ്റ്റ് സെയിൽ നമ്മുടെ ഇതിൽ തുടങ്ങുന്നത്. താങ്ക് യു മാം. നമ്മുടെ ഷോപ്പിലേക്കും വരാറുണ്ട്. താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ ഗൈസ്, സോ ഈ പോഡ്സ് ആക്ച്വലി ഏറ്റവും വലിയ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഉപയോഗിക്കാൻ ഭയങ്കര ഈസിയാണ്. ഈ ഒരു പോഡ് എടുത്ത് ജസ്റ്റ് നമ്മൾ വാഷിംഗ് മെഷീനിൽ ആദ്യം ഇടുക, എന്നിട്ട് സാധാരണ തുണി ഇടുന്ന പോലെ ഇടുക. ഫുള്ളായിട്ട് സ്റ്റഫ് ചെയ്യരുത്, ഓബ്വിയസ്ലി വാഷിംഗ് മെഷീനും കേടാണ്. ഒരു മുക്കാൽ പോർഷനിൽ വാഷിംഗ് മെഷീനിൽ ഇടുക, ഓൺ ചെയ്യുക. അത് ടോപ്പിലോടെ ഫ്രണ്ടിലോടെ എന്ത് വേണമെങ്കിലും ആവാം.
ആൻഡ് ദെൻ ഇതിൽ പിന്നെ നമുക്ക് ഇപ്പോൾ സാധാരണ നമ്മൾ ബാക്കിയുള്ള ഉപയോഗിക്കുകയാണെങ്കിൽ ആദ്യമേ നമ്മൾ ഡിറ്റർജൻറ്റ് ഇടും, അത് കഴിഞ്ഞിട്ട് കണ്ടീഷണർ വേറെ ആഡ് ചെയ്യണം, പിന്നെ ഇതിൻ്റെ അളവ്, ഈ സാധനങ്ങളുടെ വെയിറ്റ്, ഇതെല്ലാം ഇല്ല. ഇതിൽ അതൊന്നുമില്ല, വേസ്റ്റേജും വളരെ കുറവായിരിക്കും. ആരിപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ അറിയാം, കുട്ടികളാണെങ്കിലും അതുപോലെ തന്നെ മെയ്ഡ്സ് ആണെങ്കിലും ആരാണെങ്കിലും ഇത് ജസ്റ്റ് ഒരെണ്ണം ഇട്ടാൽ മതി ആൻഡ് നമ്മുടെ ക്ലോത്ത്സ് നല്ല ക്ലീൻ ആയിട്ട് വരും. പിന്നെ ഇവിടുത്തെ ഒരു വെതർ ഞാൻ പറഞ്ഞ പോലെ ഈ ഫാബ്രിക് കണ്ടീഷണർ മണം വരാനുള്ളതും തുണി പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതും സോപ്പും, സാധാരണ സോപ്പിൻ്റെ ലിക്വിഡും ഉണ്ട്. അതല്ലാതെ മെയിൻ തിങ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് ഈ ആൻറ്റി ബാക്ടീരിയലാണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സാധനത്തിന് ഡെറ്റോൾ പോലത്തെ ഒരു സൊല്യൂഷൻ ഇതിൻ്റെ കൂടെ ഉണ്ട്. സോ ഡ്രസ്സ് കുട്ടികൾക്കാണെങ്കിലും അല്ലെങ്കിൽ അലർജിക് ആയിട്ടുള്ളവർക്കാണെങ്കിൽ ഹൈപ്പോ അലർജിക് പ്രോഡക്റ്റ് അല്ല, പക്ഷേ ഇങ്ങനെ ഡസ്റ്റിന്നും ഈ അലർജൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ അത്യാവശ്യം നന്നായി തന്നെ ക്ലീൻ ആവും. പിന്നെ ഹെവി ലോഡ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ 2 എണ്ണം ഇടുക. ആൻഡ് എസ്പെഷ്യലി വലിയ ക്വിൽട്ടും ബ്ലാങ്കറ്റ്സ് ഒക്കെ ഇടുകയാണെങ്കിൽ 2 എണ്ണം ഇടുക. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് നമ്മൾ ഈ 299 റുപ്പീസാണ് ഇപ്പം സെയിൽ ചെയ്യുന്നത്. ഈ 299-ന് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ 18 പോഡ്സ് കിട്ടും. സോ 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും 1.5 വെച്ചാണ് സാധാരണ നനയ്ക്കാറ്, ഒരു ആവറേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. സോ അങ്ങനെ നിങ്ങൾ നനച്ചാലും 15 ദിവസം, അതുപോലെ 1 മാസം കാണും. അതുപോലെ തന്നെ എക്സ്ട്രാ 3 എണ്ണം തന്നിട്ടുണ്ട്. അത് വൈറ്റ്സ് വല്ലതും സെപ്പറേറ്റ് നനയ്ക്കാനുണ്ടെങ്കിൽ അതിന് വേണ്ടിയുണ്ട്. സോ ഐ തിങ്ക് സോ ഇത് വളരെ ഒരു ലാർജ് സ്കെയിലിൽ ഞങ്ങൾക്ക് വിൽക്കാനാണ്. അതുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് ഞങ്ങൾ ഭയങ്കര പ്രോഫിറ്റ് എടുത്തിട്ടല്ല, നമുക്കിത് കുറേ പ്രൊഡക്ട്സ് ഇവിടെ വിൽക്കണം, യൂണിറ്റ്സ് നമ്പർ ഓഫ് പീസസ് കൂടുതൽ വിൽക്കണം. സോ വളരെ നല്ല ക്വാളിറ്റി, യൂറോപ്യൻ ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ഇൻ്റർനാഷണൽ മാർക്കറ്റ്സിൽ ഇത് വേറെ ബ്രാൻഡ്സിൽ അവൈലബിൾ ആണ് ഈ സെയിം രീതിയിലുള്ള പോഡ്സ്. പക്ഷേ ഇന്ത്യയിൽ നമ്മളാണ് ഇത് ഫസ്റ്റായിട്ട് ചെയ്യുന്നത്. സോ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ വേണം. ഇനി ജെഫ്രിനൊക്കെ വരുന്നുണ്ട്, ആരൊക്കെ നമ്മുടെ ചെറിയൊരു പ്രൊമോഷൻ പോലെയാണ്. ഇവിടെ മെയിനായിട്ട് സെയിലില്ല. സെയില് നമ്മുടെ വെബ്സൈറ്റ് oruhappystore.com-ലും നമ്മുടെ ഷോപ്പിലും ആയിരിക്കും ആദ്യമേ വരുന്നത്. പിന്നെ പയ്യെ നമ്മൾ ആമസോണിലൊക്കെ ഇത് ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഐഡിയ ഞങ്ങൾക്ക് ആക്ച്വലി കിട്ടിയ എവിടെ നിന്നാണെന്ന് അറിയോ? ചൈനയിൽ ഞങ്ങൾ ട്രാവൽ ചെയ്തപ്പോൾ ഇതുപോലെ കാറിൽ ഞങ്ങൾ റീൽ ചെയ്ത് ഓർമ്മയുണ്ട് ഷൂസ് വിൽക്കുന്നത്. അതിൽ നിന്ന് കിട്ടിയ ഐഡിയ ആണ് നമുക്കൊരു പ്രൊമോഷനായിട്ട് ഇങ്ങനെ തന്നെ ലോഞ്ച് ചെയ്യാം. കാരണം ഇത് ആക്ച്വലി പ്രൊഡക്റ്റ് ഒരു ലക്ഷറി പ്രൊഡക്റ്റ് ആണ്, പക്ഷേ അഫോർഡബിൾ പ്രൈസിലാണ്, സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പ്രൊഡക്റ്റാണ്. വാഷിംഗ് മെഷീൻ വളരെ പ്രൊട്ടക്ഷനും വാഷിംഗ് മെഷീനും വല്ല കേടൊന്നും ആവില്ല. സോ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്ന് തന്നെയല്ലേ ലോഞ്ച് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ IT നെറ്റിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവരവിടെ ഓഡിങ്ങിലും അത് പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ പോഡ്സിൻ്റെ. അതൊന്ന് ഞങ്ങൾ കൊണ്ട് കാണിച്ചു തരാം. സ്പെഷ്യൽ താങ്ക്സ് ആണ് നമുക്ക് IT നെറ്റിനോടുള്ളത്. കാരണം ഇതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ പോഡ്സ് വിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലിട്ടു, നമ്മൾ നാളെ ഈ ഒരു ഏരിയ കാണുമെന്ന് പറഞ്ഞപ്പോൾ ഇവർ തന്നെ പറഞ്ഞു ഞങ്ങൾ വേണമെങ്കിൽ ഞങ്ങളുടെ സ്ക്രീനിൽ ഇട്ട് തരാമെന്ന്. സോ IT നെറ്റിൻ്റെ ഒരു സപ്പോർട്ട്, ഇങ്ങനെ വലിയ വലിയ ബിസിനസ് നമ്മളെപ്പോലെ ചെറിയ ബിസിനസ് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കും ഭയങ്കര ഒരു എന്താ പറയുക സന്തോഷമാണ്. ഇത് ഇറ്റ്സ് അവൈലബിൾ ഓപ്പോസിറ്റ് IT നെറ്റിനുള്ളത്. ഞാൻ എൻ്റെ അമ്മയുടെ iPhone 17 ഇവിടെ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ എന്തായാലും അവർക്കൊരു ബിഗ് താങ്ക്സ്, ഇങ്ങനത്തെ ഒരു സപ്പോർട്ട്. നമ്മുടെ പ്രോഡക്റ്റ് തന്നെ നമുക്ക് സ്ക്രീനും ഹോർഡിങ്സിലൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. എന്തായാലും പ്രിൻസും ജെഫ്രിനും അവിടെ നിൽക്കുന്നുമുണ്ട്. ഞങ്ങളുടെ കസ്റ്റമേഴ്സൊക്കെ വരുന്നത് BMW-ലൊക്കെയാണ് കേട്ടോ. എല്ലാ ഹൈ എൻഡ് കസ്റ്റമേഴ്സ് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ ചങ്ക് തന്നെയാണ്. പരിഷ്കാരിക്കൊക്കെ ഇത് നല്ല പ്രൊഡക്റ്റാണ്. ചോദിക്കട്ടെ, ഇങ്ങോട്ട് വരാൻ പറയട്ടെ. കൂട്ടിയുള്ള അടുത്ത ആൾ എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ആൾ സപ്പോർട്ടിക്കല്ല, നേരെ ചായ കുടിക്കാനാണ് പോയിരിക്കുന്നത്. ചായയും വടയും കണ്ടപ്പോഴേക്കും കൺട്രോൾ പോയി. നിക്കറൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വിളിച്ച ആളാ. ഞങ്ങൾ കണ്ടു ആ കടക്ക് ഹെൽപ്പായി, ആ കടയുടെ സെയിലുമായി. ഇന്നത്തേക്ക് ആൾക്ക് ഇനി പൂട്ടി പോവാം. ഞാൻ എത്ര വടാന്ന് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ അതെ നോക്ക്, നിക്കറും ട്രെക്കിംഗ് ഷൂസ് ഒക്കെ ഇട്ടോണ്ടാ വന്നിരിക്കുന്നത്. എന്നോട് ആദ്യം വെച്ച് ലുങ്കി എടുത്ത് വരട്ടെ. അതെ വാങ്ങ കേട്ടാ പോഡ്സ് ഒക്കെ. ബെസ്റ്റ് എന്താണെന്ന് പറയുക, ഇതുപോലെ സാധാരണക്കാർക്കും ഈ ഒരു പ്രൊഡക്റ്റിന് ഇപ്പം നമ്മൾ ഷോപ്പിലും ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് എല്ലാവരുടെ അടുത്ത് എത്തണം എന്നില്ല. ഇങ്ങനെ സാധാരണക്കാർ, ഓട്ടോക്കാർ, ഇവരൊക്കെ വന്ന് ഇപ്പോൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് എൻക്വയറി ചെയ്ത് വാങ്ങുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി അവരോട് നമ്മൾ പറഞ്ഞു നിങ്ങൾക്കിത് ഒരു ബൾക്കായിട്ട് എടുത്ത് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. സോ പല രീതിയിൽ നമ്മൾ ഇവരോട് പ്ലാനിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് എക്സ്പോഷറാണ് ഇപ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റിന് മെയിൻ വേണ്ടത്. ഈ ചേട്ടന് വേണമെങ്കിൽ ഈ ചേട്ടനും കൊടുക്കും. എല്ലാവരും ഇങ്ങനത്തെ ആൾക്കാരും ഒന്ന് വാങ്ങണം. അടുത്ത ബിസിനസ് തുടങ്ങാൻ പോകുന്ന ലിബിനാണ് കേട്ടോ. ഞങ്ങളുടെ ചൈനയിലേക്ക് വരുന്നുണ്ട്. ഞങ്ങൾ ഒരു ഐഡിയാസ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്ത് വന്ന് തുടങ്ങിക്കാണോ ചൈനയിൽ പോയി ബിസിനസ്? ലിബിനെ കൊണ്ടുപോവാ. ലിബിനെയും ബിസിനസ്സുകാരനാക്കാൻ പോയേ. ഏതാ? അതൊന്നും ഞങ്ങളിപ്പോ പറയില്ല. എല്ലാം സീക്രട്ടാ. ഏത്? ഇതുപോലെ അല്ലേ? ആ ഡേറ്റ് അങ്ങോട്ട് അനൗൺസ് ചെയ്യുമ്പോഴായിരിക്കും ആൾക്കാരുടെ മനസ്സിൽ. ഇപ്പൊ പാടില്ല. എനിക്കും അറിയില്ല.
മഴ പെയ്യാനും സമയമുണ്ട്, ലഞ്ച് ബ്രേക്കിന് സമയമായി. ലഞ്ച് ബ്രേക്ക് കറക്റ്റ് ആയിട്ട് എടുത്തില്ലെങ്കിൽ ദേഷ്യപ്പെടും. വരുക, തിന്നുക, പിന്നെ ഇരിക്കുക, അടുത്തത് തിന്നുക, കുറച്ചു നേരം സൊള്ളുക, പോവാം. ഭയങ്കര വിശപ്പ് കേട്ടാ ജെഫ്രിന് എസ്പെഷ്യലി. അപ്പൊ ബർഗർ വേണം എന്ന് പറഞ്ഞിട്ട് ബർഗറും പിസ്സയൊക്കെ കഴിക്കാം. എന്ത് ബർഗറും പിസ്സ, മന്തി ഒന്നും ഇല്ല. പിന്നെ മന്തി ഇത് കഴിഞ്ഞിട്ട് 4 മണിക്ക് വീണ്ടും പോയി വിൽക്കാനുള്ളതാ. കമ്മീഷൻ പണിയെടുത്താൽ കമ്മീഷൻ കിട്ടും. കമ്മീഷൻ വേണ്ട, ഫുഡ് മതി. നല്ല ഉഷാറായി കഴിച്ചാൽ സന്തോഷം നോക്കാം മുഖത്ത്. ഞാൻ താഴെ പോയി ബർഗർ കഴിക്കാന്ന് പറഞ്ഞു. ചെറിയ പണിയും വലിയ ഫുഡും കണ്ടിട്ടില്ല അല്ലേ? ഇൻസ്റ്റയില് എല്ലാ കാര്യങ്ങളും നമ്മുടെ ആൾക്കാരെ വേണ്ടപ്പെട്ടവരെ അറിയിക്കുന്നുണ്ട്. വൈകുന്നേരം വന്ന് നമ്മള് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓ കറക്റ്റ് ടൈമിന് തീർത്തല്ല. കയ്യിലുണ്ടായിരുന്ന സാധനം അവിടെ എന്താ കുടിക്കണം എന്നാ? ഞാൻ കുറച്ച് ലേറ്റ് വീഡിയോ ഓൺ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കാണായിരുന്നു. മിണ്ടാതെ ആദ്യം ഒരു പോഡ് വിറ്റ് കാണിച്ച സെയിൽസിന്റെ ഒരു കഴിവയാന്ന് നോക്കട്ടെ. ഒരെണ്ണം എന്റെ ഒരു പാർട്ണർ ഇപ്പൊ വരും. അതാരാ? ചായ കുടിച്ചിട്ട് മുതലാളി വരുന്നു കണ്ട. അതെ അതാണ് സംഭവം. പഴംപൊരി ചായ കുടിക്കാനാടാ? എവിടെ? അതെ, തായ്ലൻഡ്. ഇത് കൊളാജനും ഈ ചൂടത്ത് പറ്റിയ ഒരു നാപ്കിൻ. ഇത് രണ്ടുമാണ് എന്റെ മസ്റ്റ് ബൈ ഫ്രം തായ്ലൻഡ്. വേറെ ആളായി പോയി. സൺസ്ക്രീൻ കൊണ്ടുപോയതല്ല, മേരിയാൻ ഇല്ലായിരുന്നു ഇട്ട് കൊടുക്കാൻ. അതാണ് സത്യം. സോ 5:30 ആയി. നമ്മൾ 5:30 ആകുമ്പോഴേക്കും അല്ല 6 ആകുമ്പോഴേക്കും ക്ലോസ് ചെയ്യും. ഇത് ജസ്റ്റ് ഒരു പ്രൊമോഷണൽ ഓഫർ ആയിരുന്നു. ഒന്നും കൂടെ ഡീറ്റെയിൽസ് ഒക്കെ ഷോപ്പിൽ പോയിട്ട് പറയാം. നമ്മളിത് ഷോപ്പിലേക്ക് നേരെ കൊണ്ടുപോയി ഡിസ്പ്ലേ ചെയ്യുവാണ്. അവര് പോയിട്ടുണ്ട് അടുത്ത ചായയും കുടിക്കാൻ. എന്താ വേണ്ടേ? ഇല്ല, ഞാൻ ഒരു ദിവസം ഒരു ചായ ജെഫ്രിൻ കുടിച്ചു. അന്ന് വന്നപ്പോൾ പിന്നെ ഒരു ആഗ്രഹം. അങ്ങനെ രണ്ടുപേരും വീണ്ടും പോയിട്ടുണ്ട് അവിടെ കുടിക്കാനായിട്ട്. അങ്ങനെ ദേ നമ്മളവിടെ ഹാപ്പി പോട്ട്സ് ഫസ്റ്റ് ആയിട്ട് തന്നെ ഷോപ്പിൽ വെച്ചിട്ടുണ്ട്. സക്കുര ഫ്ലേവർ ഉണ്ട് ആൻഡ് നോർത്ത് ഐലൻഡ് എന്ന് പറഞ്ഞ ഫ്ലേവർ ഉണ്ട്. ഇത് ഇനി നമ്മുടെ വെബ്സൈറ്റിലും ഒരു ഹാപ്പി സ്റ്റോറിലും .com ഇപ്പോൾ തന്നെ അവൈലബിൾ ആണ്. വെബ്സൈറ്റിൽ കുറച്ചും കൂടെ റേറ്റ് കൂടുതലാണ്, കാരണം ഷിപ്പിംഗ് ചാർജ് ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു കോസ്റ്റാണ് വരുന്നത്. ഷോപ്പിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 299 ആണ്. സോ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താറുണ്ട് ഗൈസ്. അപ്പോൾ എങ്ങനെ ഈ ഹാപ്പി പോട്ട്സിലേക്ക് ഞങ്ങൾ എത്തിപ്പറ്റുന്നതും കൂടെ ഒന്ന് ഞാൻ പറയാം. നമ്മൾ ആക്ച്വലി എന്തെങ്കിലും ഒരു പുതിയ ബ്രാൻഡ് നമ്മുടെ പേരിൽ തുടങ്ങണം എന്നുണ്ടായിരുന്നു. ആൻഡ് നമ്മളെല്ലാവരും പൊതുവെ പാഷനായിട്ടുള്ള ബിസിനസ്സിലേക്കാണ് പോകുന്നത്. പക്ഷേ വി വോണ്ടഡ് ടു ഡു സംതിങ് വിച്ച് ഈസ് ലൈക്ക് എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള സാധനം, പക്ഷേ എല്ലാവർക്കും വേണ്ട ഒരു സാധനം കൂടെ വേണമായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മൾ നോക്കിയത് ഈ യാത്രകളിൽ കൂടെയും നമ്മുടെ വീട്ടിലെ ഉപയോഗമൊക്കെ നോക്കിയപ്പോൾ ഈ ലിക്വിഡ് പോഡ്സിന് എനിക്കൊന്ന് ഭയങ്കര സ്കോപ്പ് ഉണ്ടെന്ന് തോന്നി. പക്ഷേ ഇവിടെ ഉള്ള മെയിൻ ഞങ്ങൾ വിഷയം കണ്ടത് ഒന്ന് ഈ ലക്ഷറി ബ്രാൻഡ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പെൻസീവ് ബ്രാൻഡ്സ് ആയിട്ടുള്ള അതിന് ഓബ്വിയസ്ലി റേറ്റ്സ് ആർ ഹൈ ആൻഡ് അത് കുറച്ചും കൂടെ ഒരു ഹാഷ് ഡിറ്റർജൻറ്റ് സ്മെല്ലാണ് എനിക്ക് പേഴ്സണലി കിട്ടിയത്. അല്ലെങ്കിൽ വില കുറഞ്ഞാണെങ്കിൽ അത് തുണി ഡാമേജ് ചെയ്യുന്നു അല്ലെങ്കിൽ തുണിയിൽ ഒട്ടിപ്പിടിക്കുന്നു, അങ്ങനത്തെ ഒരു സംഭവം തോന്നി. സോ അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ എൻക്വയറി നോക്കി. അപ്പോൾ ഇങ്ങനെ ഒരു കമ്പനി ഹോങ്കോങ്ങിൽ ഡിസൈൻ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇവർ ആക്ച്വലി ഒരു വലിയ ഫാക്ടറിയാണ്. ഇവർ ഓൾറെഡി യൂറോപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, പല മാർക്കറ്റ്സിലേക്ക്. യൂറോപ്പിൽ വേറെ ബ്രാൻഡ് നെയിമിലാണ്, ഇവർക്കൊരു ബ്രാൻഡ് അല്ല, ഇവർ വെറും പ്രൊഡക്ഷൻ ഫെസിലിറ്റിയാണ്. അപ്പോൾ ഇവർക്ക് ഓൾറെഡി എല്ലാ സർട്ടിഫിക്കേഷനും ഉണ്ട്. ആൻഡ് ഞങ്ങൾ കോസ്റ്റ് വർക്ക്ഔട്ട് ചെയ്തപ്പോൾ എക്സ്പെൻസീവ് ബ്രാൻഡ്സിൻ്റെ പോലത്തെ ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ്, മേ ബി മോർ ദാൻ ദാറ്റ്, കാരണം ഇവരെല്ലാം യൂറോപ്പിൽ നിന്ന് സോഴ്സ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. എസ്പെഷ്യലി സ്വിറ്റ്സർലൻഡിൽ നിന്നും ഡ്യൂപോൺ അങ്ങനെ അമേരിക്കൻ കമ്പനീസ് ഒക്കെയാണ് സോഴ്സ് ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് വളരെ അഫോർഡബിൾ റേറ്റ്സിലും കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇത് ഇവിടെ ഷോപ്പിൽ 299 ആണ് നമ്മൾ കൊടുക്കുന്നത്. സോ എന്ന് പറയുമ്പോൾ ഒരു മാസത്തെ യൂസിന് 299 അത് ഇതിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ലിക്വിഡ് ഫ്രേഗ്രൻസ് വരുന്നുണ്ട്, കംഫർട്ട് പോലത്തെ. അതുപോലെ തുണി സോഫ്റ്റും കളർ പ്രൊട്ടക്ഷൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ നോർമൽ ഡിറ്റർജൻറ്റ് വരുന്നുണ്ട്. ആൻഡ് ഫൈനലി നമ്മുടെ ആൻറ്റി ബാക്ടീരിയൽ വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമ്മൾ കസ്റ്റമൈസ് ചെയ്താണ് ഇത് 4 എടുത്തിരിക്കുന്നത്. നമുക്ക് പല രീതിയിലുള്ള സാധനങ്ങൾ എടുക്കാം. സോ ഇത് കസ്റ്റമൈസ് ചെയ്ത് 2 ഫ്ലേവേഴ്സ് എടുത്തു. രണ്ടും നമ്മുടെ ഹ്യൂമിഡ് ഹോട്ട് ക്ലൈമറ്റ്സിന് പറ്റിയതാണ്. ഭയങ്കര ഹാർഷ് അല്ല, ആ സമയത്ത് അത്യാവശ്യം ഡ്രസ്സിന് ഒരു ഫ്രഷ്നെസ് വരുന്ന സ്മെല്ലാണ്. സോ അങ്ങനെ നമ്മൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ്. ആൾക്കാർ ഒരു ലക്ഷറി കാറ്റഗറി പ്രോഡക്റ്റാണ് കരുതിക്കൊണ്ടിരുന്നത്, എസ്പെഷ്യലി ഇന്ത്യ. അത് ഒരു നോർമൽ ആൾക്കാർക്ക് ആക്സസിബിൾ ആക്കി വിത്തൗട്ട് എനി സാക്രിഫൈസ് ഓഫ് ക്വാളിറ്റി. സോ വളരെ ചെറിയൊരു സ്റ്റാർട്ടപ്പാണ്. നമുക്കിത് ഫ്യൂച്ചറിൽ ആമസോണിലും അല്ലെങ്കിൽ സ്വിഗ്ഗി ഇൻസ്റ്റമാർട്ടിലും പല രീതിയിലും ലുലു മോളിലും ലുലു ഹൈപ്പറിലും അങ്ങനെ പല സ്ഥലത്തും
വെക്കണം എന്നൊക്കെ ഉണ്ട്. സോ ഹോപ്പ്ഫുള്ളി സ്കെയിലിംഗ് ദിസ് അപ്പ്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തേക്ക് പ്ലീസ് ഡു കം ആൻഡ് ബൈ ഫ്രം ദ സ്റ്റോർ, അല്ലെങ്കിൽ ഒരു happystore.com കൂടെ വാങ്ങുക. വീണ്ടും ഞാൻ ഉപയോഗിക്കുന്ന കാര്യം പറയാം. ഇതിൻ്റെ പോഡ്സ് ഞങ്ങൾ ഇന്ന് മാർക്കറ്റിംഗ് ചെയ്തപ്പോൾ മനസ്സിലായത് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല ഇത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന്. ഇത് ഇങ്ങനെ തന്നെ, ഇത് നിങ്ങൾ കട്ട് ചെയ്യുകയോ പ്ലാസ്റ്റിക് എടുക്കുകയോ ഒന്നും ചെയ്യേണ്ട. ഇങ്ങനെ തന്നെ എടുത്ത് ആദ്യമേ വാഷിംഗ് മെഷീനിൽ ഇടുക, ഡ്രമ്മിൽ. അല്ല നമ്മൾ സോപ്പ് പൊടിയോ ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഇടുന്നല്ല, വാഷിംഗ് മെഷീൻ്റെ ഡ്രമ്മിൽ. അത് ടോപ്പ് ലോഡോ ഫ്രണ്ട് ലോഡോ എന്തെങ്കിലും ആയിക്കോട്ടെ. ആദ്യം ഇത് ഇടുക, പിന്നെ തുണി 3/4 ഇടുക. എപ്പോഴും വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് 3/4 ഇടാൻ പാടുള്ളൂ ഏത് ഡിറ്റർജൻറ്റ് ഉപയോഗിച്ചാലും. ആൻഡ് ജസ്റ്റ് ഓൺ ഇറ്റ്. പിന്നെ നമ്മൾ ഇതിൽ വേറെ ഇനിയിപ്പോൾ സോഫ്റ്റ്നറോ കണ്ടീഷണറോ ഡെറ്റോളോ ഒന്നും ഒഴിക്കേണ്ട, എല്ലാം കൂടെ ഈ ഒറ്റ ഒരു സാധനത്തിൽ നടക്കുക. സോ ഇതാണ് നമ്മുടെ ഹാപ്പി പോഡ്സ് ഗൈസ്. അപ്പോൾ ബാക്ക് ടു ഹോം. ആൻഡ് എനിക്ക് ജസ്റ്റ് ഫൈനലായിട്ട് പറയാനുള്ളത്, ഈ ഒരു ബിസിനസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എപ്പോഴെങ്കിലും ചെയ്യാം, പക്ഷേ റഫായിട്ട് പറയാനുള്ളത്, ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള പഠിത്തവും അതിൻ്റെ ഡിസ്കവറിയും അതിൻ്റെ സപ്ലൈ സോഴ്സിങ്ങും വേറെ രാജ്യങ്ങളിൽ പോയാണ് സോഴ്സ് ചെയ്തിരിക്കുന്ന പാക്കേജ് ഡിസൈൻ, ഇത് എല്ലാം, അതിന് പ്രൊഡക്റ്റ് ടെസ്റ്റിങ്, മാർക്കറ്റിംഗ് ഐഡിയാസ്, ബ്രാൻഡിങ്, പേര്, ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ്. സാധാരണ എല്ലാവർക്കും പൊതുവെ ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ്, ഞാൻ പറയുന്ന ഒരു ജ്വല്ലറി അങ്ങനെയല്ല, ഇങ്ങനത്തെ ഒരു വലിയ ഒരു കൺസ്യൂമർ പ്രോഡക്റ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ പൊതുവെ ആൾക്കാർക്കൊരു ടീമും എല്ലാം കാണും. പക്ഷെ എൻ്റെ ടീം പ്രിൻസും മാത്രമായിരുന്നു. ഞാനും പ്രിൻസും മാത്രമാണ്, ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത രണ്ടുപേരാണ് ഈ ഒരു സംഭവം തുടക്കം തൊട്ട് ഈ ഒരു സപ്ലയറിനെ കണ്ടുപിടിക്കൽ തൊട്ട് ബാക്കിയുള്ള ഡോക്യുമെന്റേഷനും എല്ലാം പാക്കേജിങ് ഒക്കെ ഞങ്ങൾ തന്നെയാണ് ഡിസൈൻ ചെയ്തത്. ഹാപ്പി പോഡ്സിന്റെ ഡിസൈനും എല്ലാം ഞങ്ങൾ തന്നെയാണ് ചെയ്തത്. സോ വളരെ വലിയൊരു എക്സ്പീരിയൻസ് കർവ് ആയിരുന്നു. ആൻഡ് ഐ കുഡിന്റ് ഹാവ് ഡൺ വിത്തൗട്ട് ഹിം. സോ അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ഒരു സ്വപ്നമാണ് ഈ ഒരു വ്ളോഗിൽ ഞാൻ പറഞ്ഞ വന്നിരിക്കുന്നത്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, ഡ്രസ്സിന് ഡാമേജ് ആവില്ല, കുട്ടികൾക്ക് വേറെ അലർജീസോ അങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. അൺലെസ് ഞാൻ അലർജിക് ടു ഡിറ്റർജൻറ്റ്, അത് അവർ സ്പെഷ്യൽ ആയിട്ടുള്ള ഉപയോഗിക്കണം. ആൻഡ് വാഷിംഗ് മെഷീൻ ഒന്നും കേടുണ്ടാവില്ല. ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ 2 years പല വാഷിംഗ് മെഷീനിലും പല രീതിയിൽ ഉപയോഗിച്ച് നോക്കി. ഇത് ഒരു ബ്രേക്ക് ത്രൂ പ്രൊഡക്റ്റ് ഒന്നും അങ്ങനെയൊന്നും ഞാൻ പറയില്ല, പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു പ്രോഡക്റ്റ് നല്ല റേറ്റിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. 299 rupeesന് ഈ ഒരു പ്രോഡക്റ്റ്. പക്ഷെ എന്തായാലും എല്ലാവർക്കും ആക്സസബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെയായിരിക്കും പ്രോഡക്റ്റ് നമ്മൾ കൊണ്ടുവരുന്നത്. ആൻഡ് നിങ്ങൾ ഒരു തവണയെങ്കിലും ഉപയോഗിച്ച് നോക്കുക. ആൻഡ് പ്ലീസ് ഡു സപ്പോർട്ട്. സോ ഇത്രയും കാര്യങ്ങൾ പറയാനായിരുന്നു. ആൻഡ് ഒരു വലിയ ജേർണി തന്നെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഇത് എപ്പോഴെങ്കിലും സക്സസ്ഫുൾ ആവുമ്പോൾ ഞാനും പ്രിൻസും ഇരുന്ന് പറയുന്നതായിരിക്കും ഇതിൻ്റെ ബിഹൈൻഡ് ദ സ്റ്റോറിയും ബുദ്ധിമുട്ടും സ്ലീപ്ലെസ് നൈറ്റ്സും എല്ലാം. ഓക്കെ, സോ എന്തായാലും നമുക്ക് വേറെ ഒരു നല്ല വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.